ഞങ്ങൾ വളരെ വിനീതമായി അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരാലോചന നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ദൈവവചനം അല്പമായി ധ്യാനിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു അധ്യായമാണ്. വിശ്വാസവീരന്മാരുടെ ചരിത്രം പറയുന്ന ഒരു അധ്യായമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. എബ്രായ ലേഖനത്തെക്കുറിച്ച് തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു പുസ്തകമാണ്. കാരണം പൗലോസാണ് എഴുതിയതെന്നും പൗലോസ് അല്ല എഴുതിയെന്നൊക്കെ വാദങ്ങളുണ്ട്. പൗലോസാണ് എഴുതിയെങ്കിൽ പൗലോസ്ലിഹായുടെ 14 പുതിയ നിയമത്തിലെ ഈടുറ്റ ലേഖനങ്ങളിൽ ഒന്ന് തന്നെയാണ് എബ്രായ ലേഖനം. ഇനി ആരെഴുതിയാലും നമുക്ക് പ്രശ്നമല്ല. കാരണം എഴുതിയവരൊക്കെ മുഖാന്തരം മാത്രമാണ്. അവർ പേന പിടിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. ആകയാൽ ഈ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഇത്ര ഡീപ്പായി വർണ്ണിച്ചിരിക്കുന്ന ഒരു ലേഖനമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് 3 അതിപ്രധാനപ്പെട്ട വാക്കുകൾ ഈ ലേഖനത്തെക്കുറിച്ച് സാധാരണ ചിന്തകന്മാർ പറയാറുണ്ട്. അതിലൊരു വാക്ക് നിവർത്തിയുടെ ലേഖനം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിവർത്തിയുടെ ലേഖനം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ സകല യാഗങ്ങളാകട്ടെ, ഉത്സവങ്ങളാകട്ടെ, ശബത്താകട്ടെ, ഇതൊക്കെ നമ്മൾ ഇന്ന് ആചരിക്കാത്തതിൻ്റെ കാര്യം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന യാഗങ്ങളുടെയും ശബത്തുക്കളുടെ എല്ലാം നിവർത്തി ക്രൂശിൽ യേശുവിൻ്റെ യാഗത്താൽ കഴിഞ്ഞു. ആ നിവർത്തിയെക്കുറിച്ചുള്ള ബോധം നൽകുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിലെ പോലെ ഉത്സവങ്ങളും യാഗങ്ങളും ശബത്തുക്കളും ഒക്കെ ആചരിക്കാതെ മുന്നോട്ട് പോകുന്നത്. 2, മുന്നറിയിപ്പിന്റെ ലേഖനമാണ് എബ്രായ ലേഖനം. നിങ്ങൾ എബ്രായ ലേഖനത്തിലെ മുന്നറിയിപ്പുകളെ മാത്രം നിങ്ങൾ എടുത്ത് പഠിച്ചാൽ അതൊരു വിഷയമാണ്. സ്തോത്രം. 2-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് മുന്നറിയിപ്പോടുകൂടെയാണ് 2-ാം അധ്യായം ആരംഭിക്കുന്നത്. സ്തോത്രം. നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ പൗലോസ് രക്ഷയെക്കുറിച്ച്, ഇത്ര വലിയ രക്ഷ എന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ട് പൗലോസ് ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: നമുക്കുറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്നുള്ള ഒരു കനത്ത മുന്നറിയിപ്പാണ് പൗലോസ് വരുന്നത്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ, ഇത്ര വലിയ രക്ഷ എന്നതിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് 3-4 വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. 1, കർത്താവ് പറഞ്ഞു തുടങ്ങിയ രക്ഷയാണ്. 2, പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തിയ രക്ഷയാണ്. 3, കേട്ടവർ ഉറപ്പിച്ചു തന്ന രക്ഷയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇത്ര വലിയ രക്ഷ എന്ന് വിളിക്കുന്നത്. ആ ഇത്ര വലിയ രക്ഷ തെറ്റി ഒഴിഞ്ഞാൽ, അതിനെ ഗണ്യമാക്കാതെ, ആ രക്ഷയെ ഗണ്യമാക്കാതെ ആരെങ്കിലും മാറിപ്പോയാൽ അവരെങ്ങനെയാണ് ശിക്ഷാവധിയിൽ നിന്ന് തെറ്റി ഒഴിയുന്നതെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇങ്ങനെ എബ്രായ ലേഖനത്തിൻ്റെ അവസാനം വരെ 13 അധ്യായങ്ങൾ പരിശോധിച്ചാൽ നിരവധി മുന്നറിയിപ്പുകൾ, വാണിങ്ങുകൾ നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു മുന്നറിയിപ്പുകളുടെ ലേഖനം എന്നാണ് എബ്രായ ലേഖനത്തെ വിളിക്കുന്നത്. 3ാമത് ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രബോധനങ്ങളുടെ ലേഖനം എന്നാണ്. എബ്രായ ലേഖനത്തിൽ 12 പ്രബോധനങ്ങളാണ് അതിപ്രധാനമായും കാണുന്നത്. ഈ 12 പ്രബോധനങ്ങളും
ഒരു പ്രത്യേക പഠന വിഷയമാണ്. അപ്പോൾ ഒന്ന് നിവർത്തിയുടെ ലേഖനം, രണ്ട് മുന്നറിയിപ്പിന്റെ ലേഖനം, മൂന്ന് പ്രബോധനങ്ങളുടെ ലേഖനം. ഇത് എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് പൗലോസ് എഴുതിയത്. നമുക്കറിയാം, വിശ്വാസ ജീവിതത്തിൽ ആവേശത്തോടെയും ഉത്സാഹത്തോടെയൊക്കെ വന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മടുപ്പുകളും മാനസിക ക്ഷീണങ്ങളുമൊക്കെ ഉണ്ടായി. അവർ ക്രിസ്ത്യാനിയായി തീർന്ന ആ യഹൂദ ക്രിസ്ത്യാനികൾ, അവർ നേരത്തെ ആയിരുന്ന യഹൂദ മതത്തിൽ നിന്നേറ്റ പരിഹാസങ്ങളും പീഡകളുമൊക്കെ അവരുടെ മനസ്സിനെ വലിയ ക്ഷീണത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ ഹൃദയം മടുപ്പിലേക്ക് പോവുകയൊക്കെ ചെയ്തപ്പോൾ അവരെ അതിനകത്തുനിന്ന്, ആ ക്ഷീണത്തിൽ നിന്നും മടുപ്പിൽ നിന്നൊക്കെ അവരെ ഉത്സാഹിപ്പിച്ച് ദൈവകൃപയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ, ക്രിസ്തുവിലുള്ള പ്രത്യാശയെ വർദ്ധിപ്പിക്കാൻ, അവരുടെ സമാഗമന കൂടാരത്തേക്കാൾ, അവരുടെ ആലയത്തേക്കാൾ, അവരുടെ പുരോഹിതനേക്കാൾ, അവരുടെ മഹാപുരോഹിതന്മാരെക്കാൾ, അവരുടെ ന്യായപ്രമാണത്തെക്കാളൊക്കെ ശ്രേഷ്ഠനായ ഒരുവനെയാണ് നിങ്ങൾ ഇപ്പോൾ സേവിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു എന്നുള്ളത് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. സ്തോത്രം. ഞാൻ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മൾ ഈ ലേഖനത്തിനകത്ത് ഈ 11-ാം അധ്യായം തന്നെ പലർക്കും ബൈഹാർട്ടാണ്. ചില ആളുകളൊക്കെ മെമ്മറി വേർഡ്സ് ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 11-ാം അധ്യായം മുഴുവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. അത്ര പരിചിതമാണ് നമുക്ക് ഈ ചാപ്റ്റർ 11. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 11-ാം അധ്യായത്തിൽ നിന്ന് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 6 ഒബ്സർവേഷനുകളാണ്. 11-ാം അധ്യായത്തെക്കുറിച്ചുള്ള 6 നിരീക്ഷണങ്ങളാണ്. സ്തോത്രം. നിങ്ങളിത് വളരെ ശ്രദ്ധയോടിരുന്നാൽ നിങ്ങളുടെ അകത്ത് വലിയ അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ജനറലായിട്ടുള്ള 6 പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങൾ ഈ 11-ാം അധ്യായത്തെക്കുറിച്ചുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഈ 11-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 16 വിശ്വാസവീരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. 16. അതിൽ 14 പുരുഷന്മാരുമുണ്ട്, 2 സ്ത്രീകളെ കുറിച്ചും പറയുന്നുണ്ട്. 16 പേരെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ 16 പേരിലേക്കാണ് ശ്രദ്ധ കൊണ്ടുപോകുന്നതെങ്കിലും ഈ 16 പേരുമായി ബന്ധപ്പെട്ടുള്ള, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള 6 പ്രധാനപ്പെട്ട ഒബ്സർവേഷനുകൾ. എന്തിനാണ് ഈ ഒബ്സർവേഷൻ എന്ന് ചോദിച്ചാൽ, ആ നിരീക്ഷണങ്ങളിലൂടെ, ഈ ഒബ്സർവേഷനുകളിലൂടെ, ഈ 11-ാം അധ്യായത്തിൽ ഇവരുടെ ജീവിതത്തിലൂടെ നാം ചില മാതൃകകളെ പിന്തുടരുവാനും അതിലൂടെ ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായാണ് പരിശുദ്ധാത്മാവ് ഈ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിശ്ചയമായും ഈ 10-20 മിനിറ്റത്തെ ഒരു സന്ദേശം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ, നിങ്ങൾക്ക് മാതൃകയാക്കാനുള്ള ചില കാര്യങ്ങളും, ആ മാതൃകയാക്കുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ചില അനുഗ്രഹങ്ങളും വെളിപ്പെട്ടു വരും. സ്തോത്രം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഈ ചിന്തകളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. നമുക്ക് ഒന്നാമത്തെ നിരീക്ഷണത്തിലേക്ക് ഒന്ന് പോകാം. സ്തോത്രം. ഈ 11-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ 18 വാക്യങ്ങൾ, 11-ാം അധ്യായത്തിനകത്ത് 40ഓളം വാക്യങ്ങൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ഈ 40 വാക്യങ്ങൾ അടങ്ങിയ 11-ാം അധ്യായം ഞാൻ നിരീക്ഷിച്ചപ്പോൾ വിശ്വാസ വീരന്മാരെന്ന് വിളിക്കുന്ന ഇവരെ ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ ഇവരിൽ നിന്ന് കിട്ടിയ ഒന്നാമത്തെ ഒരു നിരീക്ഷണം, ഒന്നാമത്തെ ഒരു തിരിച്ചറിവ്, ഇവരെല്ലാവരും സാധാരണ ആളുകളാണ് എന്നുള്ളതാണ്. ഓർഡിനറി പീപ്പിൾ. കാരണം വിശ്വാസ വീരന്മാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇവരെന്തോ അമാനുഷികരായ ആളുകളാണെന്നോ, ശക്തിമാനും പിള്ളേർ പറയുന്ന പോലെ ഈ സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞ പോലെ എന്തോ അമാനുഷികരായ ആളുകളായിട്ടാണ് വിശ്വാസവീരന്മാർ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. പക്ഷേ ഞാൻ ഈ 11-ാം അധ്യായം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരെല്ലാം വെറും സാധാരണക്കാരായ ആളുകളാണ്.
വെറും സാധാരണക്കാരെന്ന് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകളാണ് ഈ വിശ്വാസവീരന്മാരെല്ലാം. പക്ഷെ നിങ്ങൾ ഈ ഭാഗം വായിച്ചു നോക്കിയാലേ ഈ വീരൻ എന്നുള്ള പ്രയോഗം സാധാരണക്കാരല്ല, അവർക്ക് കൊടുക്കുന്ന ഒരു പ്രയോഗമല്ല വീരൻ എന്നുള്ളത്. ഹീറോ ഓഫ് ഫെയ്ത്ത്, അങ്ങനെയാണ് വിശ്വാസവീരന്മാർ എന്ന് പറയുമ്പോൾ ഹീറോ ഓഫ് ഫെയ്ത്ത് എന്നാണ് വരുന്നത്. അപ്പോൾ വീരൻ എന്നുള്ള പ്രയോഗം ഒരിക്കലും സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രയോഗമല്ല. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് കേൾക്കുമ്പോൾ പല ആളുകളും ഇവരെന്തോ അമാനുഷികരാണെന്നോ ഇവർക്കെന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്നൊക്കെ പല ആളുകളും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. സ്തോത്രം. പക്ഷേ ഈ 16 പേരെയും സ്പെഷ്യലാക്കി മാറ്റിയത് അവരിൽ കണ്ട വിശ്വാസമാണ്. സ്തോത്രം. നിന്നെ മറ്റുള്ളവരിൽ നിന്ന് സ്പെഷ്യലാക്കി തീർക്കുന്നത് നിന്റെ അകത്ത് കാണുന്ന വിശ്വാസത്തിന്റെ ആഴമാണ്. സ്തോത്രം. സത്യത്തിൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ. ഈ 11-ാം അധ്യായത്തിലെ വീരൻ ആരാണ്? ചാപ്റ്റർ 11-ലെ വീരൻ, ഹീറോ ആരാണ്? ഞാൻ അതിനൊരു മറുപടി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ 11-ാം അധ്യായത്തിലെ വീരൻ ഈ വിശ്വാസവീരന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന 16 പേരാണോ അതോ ദൈവമാണോ? ഞാൻ 2 ഓപ്ഷൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പറയും ദൈവമാണെന്ന് പറയും, സംശയമൊന്നുമില്ല. പക്ഷേ ഈ 11-ാം അധ്യായത്തിൽ ഞാൻ 40 വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ 11-ാം അധ്യായത്തിലെ ഒറിജിനൽ വീരൻ നാം സേവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ 16 പേരും സാധാരണക്കാരാണെന്ന് പറഞ്ഞല്ലോ. വിശ്വാസവീരന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന ഈ 16 പേരും വെറും സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരായ ആളുകളിലൂടെ അസാധാരണകരമായ കാര്യങ്ങൾ സാധിച്ചെടുത്ത ദൈവമാണ് എബ്രായ ലേഖനം 11-ലെ ഒറിജിനൽ വീരൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ എബ്രായ ലേഖനം 11-ലെ വീരൻ ആരാണ്? വിശ്വാസവീരൻ എന്നല്ല പറഞ്ഞത്, വീരൻ ആരാണ്? അത് നാം സേവിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ടാണ് ദൈവമാണ് എബ്രായർ 11-ലെ വീരൻ എന്ന് പറയാൻ കാരണം, ഈ എബ്രായർ 11-ൽ കാണുന്ന 16 പേര് ആയ ഈ സാധാരണക്കാരായ, വെറും സാധാരണക്കാരായ ഈ ആളുകളിലൂടെ അസാധാരണകരമായ കാര്യങ്ങൾ ചെയ്തെടുത്ത ദൈവമാണ് എബ്രായർ 11-ലെ ഒറിജിനൽ വീരൻ. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി പറയാം, അവർ ഗോഡ് ഈസ് ഹീറോ. നമ്മുടെ ദൈവമാണ് വീരൻ. സ്തോത്രം. നിങ്ങൾ ഈ എബ്രായർ 11 വായിച്ചു നോക്കി. എബ്രായർ 11-ൽ കാണുന്ന അബ്രഹാം ആകട്ടെ, ഹാനോക്കാകട്ടെ, ഹാബേലാകട്ടെ, മോശയാകട്ടെ, ഇവരിലെല്ലാം സാധാരണപ്പെട്ട മനുഷ്യരുടെ സ്വഭാവങ്ങളും അത് വ്യക്തിത്വങ്ങളും ഒക്കെയാണ് കാണുന്നത്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം, ഈ ഒരു ഒന്നാമത്തെ ഒബ്സർവേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം എന്താന്ന് ചോദിച്ചാൽ, സാധാരണക്കാരായ നാം, വെറും സാധാരണക്കാരായ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ ശരണപ്പെട്ടാൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോയാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ അസാധാരണകരമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ദൈവം
ശക്തനാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്രഹാമും ഹാനോക്കും ഹാവേലും മോശ തുടങ്ങിയ ഈ സാധാരണക്കാരുടെ ജീവിതത്തിലൂടെ അസാധാരണകരമായ കാര്യങ്ങൾ ചെയ്ത് അവരെ വിശ്വാസവീരന്മാരാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം സാധാരണക്കാരാണ്. എന്നാൽ ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ സാധാരണക്കാരായ നിങ്ങളിലൂടെ അസാധാരണകരമായ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ സ്പെഷ്യലാക്കി തീർക്കുവാൻ ഞാൻ സേവിക്കുന്ന ഹീറോയായ ദൈവത്തിന്, വീരനായ ദൈവത്തിന് കഴിവുണ്ടെന്ന് ദൈവാത്മാവിന്ന് രാവിലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് എബ്രായ ലേഖനം 11 എൻ്റെ നിരീക്ഷണം ഇവരെല്ലാം സാധാരണക്കാരാണ് എന്നുള്ളതാണ്. ഇവരെല്ലാം ഓർഡിനറി പീപ്പിൾസ് ആണ് എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഈ രണ്ടാമത്തെ നിരീക്ഷണം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്തോത്രം. ഈ എബ്രായ ലേഖനം 11 പറയുന്ന ഇവരുടെ പലരുടെയും ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചവരാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ നിരീക്ഷണം. എബ്രായർ 11 പറയുന്ന ഈ 16 പേരുടെയും ജീവിതം നിങ്ങൾ പരിശോധിച്ചാൽ ഇവരും ഭൂരിഭാഗം ആളുകളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ പോലും സംഭവിക്കാത്ത കടുത്ത പരാജയങ്ങൾ സംഭവിച്ചവരാണ് ഇവരിൽ പല ആളുകളും. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതം നിങ്ങൾ നോക്കിക്കേ. അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയ പരാജയം ഉണ്ടായതാണല്ലോ. ഇപ്പോഴും പാലസ്തീനിലൊക്കെ നടക്കുന്ന ഏറ്റുമുട്ടലിന്റെ പ്രധാന കാരണം യഹൂദ അറബികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, മിസ്രൈമിലേക്കുള്ള ഇറങ്ങിപ്പോക്ക്, ഹാഗറിനെ പരിഗ്രഹിച്ചത്, ഇസ്മായേലെങ്കിലും ജീവിച്ചിരുന്നാൽ മതി. എന്താണ് ഇസ്മായേലെങ്കിലും ജീവിച്ചിരുന്നാൽ മതി എന്ന് പറയാൻ കാര്യം? ഇതൊക്കെ അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളാണ്. സ്തോത്രം. സാറായുടെ ജീവിതത്തിൽ എന്താ പരാജയം വന്നത്? സാറ ദൈവത്തിൽ അവിശ്വസിച്ച് ചിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബിന്റെ ജീവിതത്തിൽ എന്താ പരാജയം വന്നത്? യാക്കോബിന്റെ പേരിനകത്ത് തന്നെ ആള് അല്പ ഉപായും ചതിയും വഞ്ചനയൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. ആ യാക്കോബിനെയാണ് ദൈവം ഇസ്രായേലാക്കിയെന്ന് ഓർക്കണം. സ്തോത്രം. രാഹാബിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ രാഹാബ് എന്ന വേശ്യാസ്ത്രീ എന്നാ പറയുന്നത്. അപ്പോൾ തന്നെ അറിയാലോ അവിടെ ജീവിതത്തിലെ പരാജയം എന്തായിരുന്നെന്ന്. വേശ്യാസ്ത്രീയായിരുന്നു. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു പരാജയം? ദാവീദ് കൊലപാതകവും ചെയ്തു, വ്യഭിചാരവും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഈ ശൗല് പോലും അത്രയും അധാർമികത ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കൂടാതെ ഷിംഷോൻ ഇതിനകത്തുണ്ടല്ലോ. ഷിംഷോൻ എന്തായിരുന്നു? രാവിലെ ഭയങ്കര ശുശ്രൂഷയായിരുന്നു. രാവിലെ കട്ടളയൊക്കെ പറിക്കുന്ന മിനിസ്ട്രി ആയിരുന്നു. വൈകിട്ട് പോയി ദലീലയുടെ മടിയിലും കിടക്കുമായിരുന്നു. ഉണ്ടോ? സ്തോത്രം. മോശയാണെങ്കിൽ അനുസരണക്കേട് കാണിച്ച നിമിത്തം വാഗ്ദത്തത്തിൽ കയറാൻ പോലും പറ്റിയില്ല. അപ്പൊ എന്താ ഇതിനകത്തുനിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണി. ഇവരുടെ എല്ലാം ജീവിതത്തിൽ നമ്മളിൽ പോലും ചിലപ്പോൾ സംഭവിക്കാത്ത കടുത്ത പരാജയങ്ങളിലൂടെ പോയവരാണ് ഇവരെല്ലാം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇവരിൽ എല്ലാവരും സാധാരണക്കാരായിരുന്നത് കൊണ്ട്, സാധാരണ മനുഷ്യരായിരുന്നത് കൊണ്ട്, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ പാപങ്ങളും വീഴ്ചകളും ബലഹീനതകളുമൊക്കെ ഇവരുടെ ലൈഫിലും സംഭവിച്ചവരാണ് എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വിഷയം.
എന്നാൽ ഇതിനകത്തൂടെ നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം: ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു എന്ന് വെച്ച് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയില്ല. ദൈവം നമ്മെ തള്ളിക്കളയും, ദൈവം നമ്മെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ ഒരു കാര്യം ബൈബിളിലില്ല. ജീവിതത്തിൽ ഒരു പരാജയം വന്നോ, ജീവിതത്തിൽ തെറ്റുപറ്റി എന്ന് വെച്ച് ദൈവം ഉപയോഗിക്കത്തില്ലെന്നോ, ദൈവം തിരിഞ്ഞു നോക്കത്തില്ലെന്നോ, ദൈവം അത് പ്രയോജനപ്രദമാക്കത്തില്ലെന്നോ ഒന്നും വേദപുസ്തകം പറയുന്നില്ല. പിന്നെ എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം: പരാജയങ്ങൾ വന്നാൽ പരാജയം വന്നത് അംഗീകരിച്ച് പശ്ചാത്തപിച്ച് ഉപേക്ഷിച്ച് മടങ്ങി വന്നാൽ അവനെ ശക്തമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എപ്പോഴാണ് നിങ്ങൾ പ്രയോജനപ്പെടാൻ പറ്റാതിരിക്കുന്നത്, എപ്പോഴാണ് നിങ്ങൾ ഉപയോഗിക്കപ്പെടാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സമ്മതിക്കാതെ നിങ്ങൾ വീഴ്ചകളിൽ നിന്ന് നിങ്ങൾ തുടർന്നുകൊണ്ടിരുന്നാൽ, നിങ്ങൾക്കൊരു വീഴ്ച പറ്റി, ആ വീഴ്ചയിൽ നിങ്ങൾ തുടർന്നുകൊണ്ടിരുന്നാൽ, ആ വീഴ്ചയിൽ നിങ്ങൾ പശ്ചാത്തപിക്കാതെ മടങ്ങി വരാതിരുന്നാൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയില്ല. ഈ 16 പേരുടെയും ജീവിതം നമ്മെ വ്യക്തമാക്കുന്നത് പരാജയപ്പെട്ടു പോയ, തകർച്ചകൾ സംഭവിച്ചു പോയ ഈ മനുഷ്യരെയാണ് ദൈവം ശക്തമായി ഉപയോഗിച്ച് വിശ്വാസവീരന്മാരാക്കി തീർത്തത്. അതുകൊണ്ട് എന്തെങ്കിലും പരാജയം സംഭവിച്ചു എന്ന് കരുതി ചൂരച്ചെടിയുടെ ചോട്ടിൽ പോയി കിടന്നുറങ്ങാതെ, പകരം ദൈവത്തിനെങ്കിലേക്ക് മടങ്ങി വന്ന് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ആ പാപത്തിൽ തുടരാതെ മടങ്ങി വരുവാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന് ഇന്നും കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നിന്നുള്ള മൂന്നാമത്തെ ഒബ്സർവേഷൻ, നിരീക്ഷണം. ഇവർ ദൈവത്തിലും അവന്റെ വചനത്തിലും ശരണപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ഈ എബ്രായലേഖനത്തിൽ കാണുന്ന 16 വിശ്വാസവീരന്മാർ, അവർ ദൈവത്തിലും അവന്റെ വചനത്തിലും ശരണപ്പെട്ടവരാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ നിരീക്ഷണം. ചില വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വിശ്വാസത്താൽ നോഹ, ഇപ്പൊ നോഹയെ കുറിച്ചാണ് പറയുന്നത്, അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്, നോക്കിക്കേ, എന്തുണ്ടായി? അരുളപ്പാടുണ്ടായി. അപ്പം നോഹ പെട്ടകം പണിയാനുള്ള കാരണം എന്താ? ദൈവത്തിന്റെ അരുളപ്പാടാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇവർ ദൈവത്തിലും അവന്റെ വചനത്തിലും, ഇവിടെ അരുളപ്പാടെന്ന് പറയുന്നത് വചനമാണ്, വചനത്തിലും ശരണപ്പെട്ടു. ഈ 18-ാം വാക്യത്തിൽ 11-ന്റെ-18 വരുമ്പോൾ അവിടെ അബ്രഹാമിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ച വാക്തത്വങ്ങളെ കൈക്കൊണ്ടു. കണ്ടോ, അബ്രഹാം എന്താണ്? ദൈവത്തിന്റെ അരുളപ്പാടുകളെയാണ് അവൻ ഗ്രഹിച്ചിട്ടാണ് വാക്തത്വം കൈക്കൊണ്ടത്. ഇനി 11-ാമത്തെ വാക്യം വായിച്ചാൽ, സാറയെ കുറിച്ച് പറയുന്നു. വിശ്വാസത്താൽ സാറയും വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ
പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയും. അപ്പോൾ ഇവര് ദൈവത്തിന്റെ അരുളപ്പാടിലും ദൈവത്തിലും വിശ്വസിച്ചു എന്ന് പറഞ്ഞതിൽ ഒന്നാം നമ്മളിപ്പോൾ കേട്ടോണ്ടിരുന്നത് അരുളപ്പാടിൽ വിശ്വസിച്ചു. ഇനി ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ സ്വഭാവത്തിൽ വിശ്വസിച്ചു എന്നുള്ള തെളിവാണ് ഇവിടെ സാറയെ കുറിച്ച് പറയുന്നത് 11-ാം വാക്യത്തിൽ. എന്താ? ദൈവം വിശ്വസ്തൻ എന്നുള്ള ദൈവത്തിന്റെ സ്വഭാവത്തിൽ അവൾ വിശ്വസിച്ചു. ഇനി 19-ാമത്തെ വാക്യത്തിൽ ദൈവം ശക്തൻ എന്നുള്ള അവന്റെ കഴിവിൽ വിശ്വസിച്ചു. അപ്പൊ ഈ എബ്രായലേഖനം 16-ൽ പറയുന്ന ഇവരുടെ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ 2 കാര്യങ്ങളായിരുന്നു. ഈ വിശ്വാസ വീരന്മാരുടെ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ദൈവത്തിന്റെ സ്വഭാവം, ദൈവം ആരാണ് എന്നുള്ളതാണ്. അതിലാണ് ദൈവത്തിന്റെ സ്വഭാവം. ദൈവം വിശ്വസ്തൻ, ദൈവം വ്യാജം പറയാൻ മനുഷ്യനല്ല, ദൈവം കൽപ്പിച്ചാൽ നിവർത്തിക്കുന്നവൻ. ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. നമ്മൾ നാളെ വാഗ്ദത്തങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയുണ്ടായി. രണ്ടാമത്, അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ അരുളപ്പാടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞവയിൽ വിശ്വസിക്കുക. അതാണ് അരുളപ്പാടെന്ന് ഇവിടെ കൂടെ പറയുന്നത്. ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും അവർ വിശ്വസിച്ചു. അതാണ് ദൈവത്തിന്റെ അരുളപ്പാടിനെ അവർ വിശ്വസിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എബ്രായലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസവീരന്മാർ, 1, ഇവർ സാധാരണക്കാരാണ്. 2, ജീവിതത്തിൽ പരാജയമുണ്ടായവരാണ്. 3, ഇവർ ദൈവത്തെയും അവരുടെ അരുളപ്പാടുകളെയും വിശ്വസിച്ചവരാണ്. അവരുടെ വിശ്വാസത്തിന്റെ 2 അടിസ്ഥാനമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. 1, ദൈവത്തിന്റെ സ്വഭാവം, ദൈവം ആരാണ്. 2, ദൈവത്തിന്റെ അരുളപ്പാടും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുമുള്ള അവരുടെ വിശ്വാസം. 4-ാമത്തെ ഒബ്സർവേഷനിലേക്ക് വരാം. ഇവരെല്ലാവരും ദൈവത്തോട് വിശ്വാസത്താൽ പ്രതികരിച്ചവരാണ് എന്നുള്ളതാണ് 4-ാമത്തെ ഒബ്സർവേഷൻ. ഇവരെല്ലാവരും ദൈവത്തോട് വിശ്വാസത്താൽ പ്രതികരിച്ചവരാണ്. അല്ലെങ്കിൽ ഇവരെല്ലാവരും ദൈവത്തോട് വിശ്വാസത്തിൽ പ്രതികരിച്ചു എന്നുള്ളതാണ് 4-ാമത്തെ നിരീക്ഷണം. റെസ്പോൺസ് ഓഫ് ഫെയ്ത്ത്. നിങ്ങൾ ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവർ ദൈവത്തോട് വിശ്വാസത്തിൽ പ്രതികരിച്ച് നമുക്ക് കാണാം. 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നോഹ എങ്ങനെയാ വിശ്വാസത്താൽ പ്രതികരിച്ചത്? വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ എങ്ങനെയായിരുന്നു നോഹയുടെ പ്രതികരണം? ഭയഭക്തി പൂണ്ട്, കണ്ടോ, ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിന് രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. എന്ന് പറഞ്ഞാൽ നോഹ ദൈവത്തോട് പ്രതികരിച്ചത്, വിശ്വാസത്താൽ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയഭക്തി പൂണ്ട് ദൈവം പറഞ്ഞതിനെ അനുസരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അനുസരണമില്ല. നമുക്ക് വിശ്വാസത്തിലുള്ള പ്രതികരണം കുറവാണ്. നമ്മൾ ദൈവം പറയുന്നതൊന്നും കേൾക്കുകയല്ല. നമ്മൾ അന്നേരം നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കുറേ എക്സ്ക്യൂസും ന്യായീകരണങ്ങളും ഒക്കെ കൊണ്ടുവരും. ദൈവം നിന്നോട് തീയിൽ ചാടാൻ പറഞ്ഞാൽ തീ ചാടിക്കണം, വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ വെള്ളത്തിൽ ചാടിക്കണം. അതിനകത്ത് പ്രത്യേകിച്ച് ഇനി വിവേചിച്ച് നോക്കാനും ഒന്നുമില്ല, എക്സ്ക്യൂസ് ഒന്നുമില്ല. ഇനി അബ്രഹാമിന്റെ വിശ്വാസത്തിലുള്ള പ്രതികരണം എങ്ങനെ? 8-ാം വാക്യത്തില് വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറേ. കണ്ടോ, അബ്രഹാമിന് വിളി വന്നപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു?
ആ വിളിയോട്, ദൈവത്തിന്റെ ആ വിളിയോട് അബ്രഹാം പ്രതികരിച്ചത് എങ്ങനെയാണ്? അബ്രഹാം ആ വിളിയോട് പ്രതികരിച്ചത് എങ്ങോട്ടാ പോകണ്ടേന്ന് ചോദിച്ചിട്ടല്ല, എവിടേക്ക് പോകുന്നു എന്ന് പോലും ചോദിക്കാതെ അബ്രഹാം മുൻപോട്ട് സ്റ്റെപ്പ് വെച്ച് പുറപ്പെട്ടുകൊണ്ടാണ് ദൈവത്തിന്റെ ആ വിളിയോട് വിശ്വാസത്താൽ അബ്രഹാം പ്രതികരിച്ചത്. ഇതൊന്നും വലിയ ബുദ്ധിയുള്ളവന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ബുദ്ധിയുള്ളവന്മാരെല്ലാം ലോജിക്കല് ചിന്തിക്കുള്ളൂ. സ്തോത്രം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, നോഹയാണെങ്കിലും അബ്രഹാം ആണെങ്കിലും താഴോട്ട് പറയുന്ന ബാക്കിയുള്ള ആളുകളാണെങ്കിലും ഇവരുടെയൊക്കെ വിശ്വാസത്തിലുള്ള ഈ പ്രതികരണമാണ് ഇവരെ വിശ്വാസത്തിൽ വീരന്മാരാക്കി തീർത്തത്. നമുക്ക് വിശ്വാസത്തിൽ ഒരു പ്രതികരണമില്ല, അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ വീരന്മാരാകാൻ കഴിയുന്നില്ല. നമ്മൾ വിശ്വാസത്തിന്റെ ഏറ്റവും ലോ ലെവൽ സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. അതാണല്ലോ കർത്താവ് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അത്രയും പോലും ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. സ്തോത്രം. ഇനി എബ്രായർ 11 5-ാമത്തെ പ്രതികരണം, 5-ാമത്തെ ഒബ്സർവേഷൻ, 5-ാമത്തെ നിരീക്ഷണം. ഏത് വഴിയിലൂടെ ഇവർ നടന്നാലും ദൈവം ശക്തനെന്ന് ഇവരുടെ ജീവിതത്തിലൂടെ തെളിഞ്ഞു എന്നുള്ളതാണ്. ഏത് വഴിയിലൂടെ ഇവർ നടന്നാലും ദൈവം ശക്തനെന്ന് ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ 16 പേരെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇവരോടെല്ലാം ദൈവം ഒരേ രീതിയിലല്ല ഇടപെട്ടത്. 16 പേരോടും 16 രീതിയിലാണ് ദൈവം ഇടപെട്ടിരിക്കുന്നത്. കാരണം ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ വഴി ഒന്നായിരുന്നില്ല. ഇവരുടെ വഴി, ജീവിതത്തിന്റെ വഴി വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിന്റെ വഴികൾ ഏതായിരുന്നാലും, ആ വ്യത്യസ്തമായ വഴികളായിരുന്നാലും, ആ വഴികളിലൂടെയെല്ലാം ഇവർ നടന്നു പോയിട്ടും ദൈവം ശക്തനാണെന്ന് ദൈവം ഈ വ്യത്യസ്ത വഴികൾക്കകത്തൂടെ ഇവരുടെ ജീവിതത്തിലൂടെ തെളിയിച്ചു. ഉദാഹരണം പറയാം. 11-ാം അധ്യായത്തിന്റെ 33 മുതൽ 35 വരെ നിങ്ങൾ വായിക്കുമ്പോൾ, ചില ആളുകൾ രാജ്യങ്ങളെ അടക്കി, ചില ആളുകൾ നീതി നടത്തി, ചിലര് സിംഹങ്ങളുടെ വായടച്ചു, ചിലര് വാക്തത്വം പ്രാപിച്ചു, ചിലര് തീയുടെ ബലം കെടുത്തി, ചിലര് വാളിന്റെ വായ്ക്ക് തെറ്റിമാറിപ്പോയി, ചിലര് ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, ചിലര് യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, ചിലർ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. കണ്ടോ? എല്ലാം ഒന്നാണോ? ഇവരുടെ എല്ലാം വഴി ഒന്നാണോ? എല്ലാവരുടെയും വഴി വ്യത്യസ്തമായിരുന്നു. ഇനി വേറെ ചിലരെ കുറിച്ച് പറയുന്നത് 36, 37 വാക്യങ്ങൾ നോക്കിയേ. വേറെ ചിലരെ കുറിച്ച് പറയുന്നത് നോക്കിയേ. ചിലർക്ക് പരിഹാസമായിരുന്നു. ചിലരുടെ ലൈഫിൽ മൊത്തം പരിഹാസമായിരുന്നു. ചിലരുടെ ലൈഫിൽ ചമ്മട്ടിയും ചങ്ങലയുമായിരുന്നു. ചിലരുടെ ലൈഫിൽ തടവായിരുന്നു. ചില ആളുകളുടെ ലൈഫിൽ അവർ ഈർച്ചവാള് കൊണ്ട് അറുക്കപ്പെടുകയായിരുന്നു. ചിലർ പരീക്ഷിക്കപ്പെടുകയായിരുന്നു. ചിലർക്ക് കൊല്ലപ്പെട്ടു. ചിലര് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. ചിലർക്ക് അവരുടെ മരിച്ചവരെ ഉയർപ്പിച്ച് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം വ്യത്യസ്ത വഴിയിലൂടെ പോയത്. അതിനെ ഞാൻ ക്രോഡീകരിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പറയും: ചില ആളുകൾ ബുദ്ധിമുട്ടിലൂടെയാണ് ജീവിച്ചത്, ചിലർ ബുദ്ധിമുട്ടിനകത്തൂടെയാണ് കടന്നുപോയത്, ചിലർ ബുദ്ധിമുട്ടിന് വെളിയിൽ കൂടെയാണ് പോയത്. പക്ഷേ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന വഴിയാണെങ്കിലും, ബുദ്ധിമുട്ടിലൂടെ അല്ലാതെ കടന്നു പോകുന്ന വഴിയാണെങ്കിലും, ഇവരുടെ വഴിയെല്ലാം വ്യത്യസ്തമായിരുന്നിട്ടും ഇവരേത് വഴിയിലൂടെയാണ് പോയതെങ്കിലും ആ വഴിയിലൂടെ ഇവർ യാത്ര ചെയ്ത സമയത്തെല്ലാം ദൈവം ഇവരുടെ ജീവിതത്തിൽ സർവശക്തനെന്ന് തെളിയിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞ, ഇന്ന് പകലിൽ ആർക്കുമില്ലാത്ത ബുദ്ധിമുട്ടിലൂടെ നീ പോകുന്നെങ്കിലും
ആർക്കുമില്ലാത്ത പരിഹാസങ്ങളിലൂടെയും ചങ്ങലകളിലൂടെയും വേദനയിലൂടെയാണ് നീ പോകുന്നെങ്കിലും ഈ പരിഹാസവും ചങ്ങലയും ഒന്നുമില്ലാതെ ജീവിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരാണെങ്കിലും അല്ലാതെ പോകുന്നവരാണെങ്കിലും നീ ഏത് വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നെങ്കിലും ആ വഴിക്കകത്ത് നിന്റെ ജീവിതത്തിനകത്ത് ദൈവം സർവശക്തനെന്ന് തെളിയിക്കുന്ന ചില മൂമെന്റുകളെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും, ചില സമയങ്ങളെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. അതുവരെ നീ കാത്തിരിക്കണം. സ്തോത്രം. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 6ാമത്തെ കാര്യം. സ്തോത്രം. 6ാമത്തെ കാര്യത്തിൽ നിന്ന് പറയുന്ന ഒരു നിരീക്ഷണം, ദ വിക്ടറി ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ 6ാമത്തെ നിരീക്ഷണം, ദൈവം എല്ലാവരിലൂടെയും വലിയ കാര്യങ്ങൾ സാധിച്ചെടുത്തു എന്നുള്ളതാണ്. ദൈവം എല്ലാവരിലൂടെയും വലിയ കാര്യങ്ങൾ സാധിച്ചെടുത്തു. ഈ 16 പേരിലൂടെയും നമ്മൾ ഈ 16 പേര് ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ 16 പേരിലൂടെ എല്ലാവരിലൂടെയും, ഒരാളെ മാറ്റി നിർത്തിയില്ല, എല്ലാവരിലൂടെയും ദൈവം വലിയ കാര്യങ്ങൾ സാധിപ്പിച്ചു. ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന നിങ്ങൾ സാധാരണക്കാരാണെങ്കിലും പരാജയം ജീവിതത്തിൽ പറ്റിയവരാണെങ്കിലും നിങ്ങൾ വിശ്വാസത്താൽ പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, കർത്താവിന്റെ ആത്മാവ് പറയുന്നു അവർ ചെയ്യുന്നതെല്ലാം സാധിക്കുമെന്ന്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്നിലൂടെ സകല കാര്യങ്ങൾക്കകത്തും അസാധാരണകരമായ വൻകാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് ഈ ആദ്യം പറഞ്ഞ 5 കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാൽ, 6ാമത് ദൈവാത്മാവ് പറയുന്നു നീ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ദൈവം നിനക്ക് വിജയം നൽകിത്തരും. ദൈവം നിനക്ക് ഗ്രേറ്റ് വിക്ടറി നൽകിത്തരും. അതിനെ ഞാൻ സാധാരണക്കാരനാണെന്ന് സമ്മതിക്കണം ദൈവത്തോട്. ഈ സാധാരണക്കാരനായ എന്നിലൂടെ അസാധാരണകരമായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തോട് അപേക്ഷിക്കണം. പരാജയങ്ങൾ വന്നിട്ടുണ്ടെന്ന് സമ്മതിക്കണം. ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും വിശ്വസിക്കണം. വിശ്വാസത്താൽ ദൈവത്തോട് പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിച്ചാൽ നിന്റെ വഴി ഏത് വഴിയിലൂടെയാണ് യാത്ര ചെയ്തെങ്കിലും, ബുദ്ധിമുട്ടിലൂടെ ആണെങ്കിലും സങ്കടത്തിലൂടെ ആണെങ്കിലും, അവൻ ആ വഴിയിലൂടെ സഞ്ചരിച്ചു വന്ന് നിന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളിലും നിനക്ക് ജയം നൽകിത്തരാൻ, സകല കാര്യങ്ങളും സാധിപ്പിക്കാൻ ദൈവം ശക്തനാണ്. ഈ 16 പേരുടെ ലൈഫിലും ദൈവം അവരുടെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ വിശ്വാസവീരന്മാരുടെ ജീവിതം നമുക്കൊരു മാതൃകയെ പിൻപറ്റുന്നതിനും ആ മാതൃക പിൻപറ്റുന്നതിലൂടെ ഒരു അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും കർത്താവ് മുഖാന്തരമാക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ ഞങ്ങൾക്കൊരു വലിയ പ്രചോദനം നൽകുന്ന തിരുവഴുത്തിലെ ചില ഭാഗങ്ങൾ ദൈവാത്മാവ് ഞങ്ങളെ ബോധ്യപ്പെടുത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരെല്ലാം യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരെല്ലാം വിശ്വാസവീരന്മാരെ പോലെ ആയിത്തീരട്ടെ. വീരരായ ദൈവം ഇവരിലൂടെ അസാധാരണക്കാരായ കാര്യങ്ങൾ ചെയ്യുവാൻ സമർപ്പിക്കുന്നു. ഏലിയാവ് ഞങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ 3.5 വർഷം മഴ പെയ്യാതിരിപ്പാൻ ആകാശത്തെ അടച്ചു കളയത്തക്ക രീതിയിൽ അസാധാരണക്കാരനായ മനുഷ്യനിലൂടെ അസാധാരണകരമായ കാര്യം ചെയ്തെടുത്ത ഞങ്ങളുടെ ദൈവം, അവർ ഗോഡ് ഈസ് ഹീറോ, ഞങ്ങളുടെ ദൈവമാണ് വീരൻ എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞാൻ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ.
സ്തോത്രം. അവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നാം ഓരോരുത്തരോടും, നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും, നാം കേട്ട വചനങ്ങളോടും, ഹല്ലേലൂയ, നമ്മളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിച്ച പ്രിയ കർത്താവിന്റെ ദാസനോടും ശുശ്രൂഷകളോടും ഇന്നും എന്നേക്കും കർത്താവിന്റെ വരവരെയും കൂടിയിരിക്കുമാറാകട്ടെ. ഇത്രത്തോളം ജയം തന്നെ നമ്മുടെ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. Thank you, Pastor. Thank you, everyone. Wish you all have a blessed day with miracles. We will meet tomorrow morning as usual. If God willing, God bless you all. Thank you. Thank you. Happy Julie, happy journey. Happy and safe journey.